എൻ്റെ എക്സ്പ്രഷനായി മാറ്റും. അങ്ങനെ വീണ്ടും യുവാക്കളുടെ പ്രിയപ്പെട്ട ലെഗ് ഡേ വന്നു. ലാസ്റ്റ് ടൈം ഞാൻ യുവാക്കളുടെ പേടി സ്വപ്നം എന്നൊക്കെ പറഞ്ഞത് ശരിക്കും ഒരു മണ്ടത്തരമായിരുന്നു. കാരണം ലെഗിന് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അധികമെന്ന് എനിക്ക് പോർട്സിൽ നിന്നും DMസിൽ നിന്നും മനസ്സിലായി. പിന്നെ ഫാറ്റ് ലോസിന് വേഗം ഹെൽപ്പ് ചെയ്യുന്നതും ലെഗ് വർക്കൗട്ട്സ് ആണ് എന്നൊരു കിംവദന്തി ഞാൻ കേട്ടു. എനിവേ ലെഗോ എപ്സോ എന്ത് തന്നെയായാലും കൺസിസ്റ്റൻ്റായി ചെയ്യുക എന്ന ഒറ്റ മൈൻഡിലാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ കുറച്ച് വിഷമമുള്ളത് വെയിറ്റ് ലോസിൽ വലിയ റിസൾട്ട് കിട്ടുന്നില്ല. പക്ഷേ ഓവറോൾ സ്ട്രെങ്ത്, സ്റ്റാമിന, ബോഡി മെഷർമെൻറ്റ്സിലെല്ലാം ചേഞ്ചസ് നല്ലപോലെ അറിയാനുമുണ്ട്. എന്തായാലും ലെഗ് വർക്കൗട്ട് തുടങ്ങി. ആദ്യം ചെയ്തത് ബാക്ക് സ്ക്വാട്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായാണ് ബാക്ക് സ്ക്വാട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സീറ്റഡ് ലെഗുകൾ ചെയ്തു. മാക്സിമം വെയിറ്റിൽ തന്നെ ലാസ്റ്റ് 2 സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്നർ ആൻഡ് ഔട്ടർ മെഷീനിൽ ഇന്നർ തൈസിനുള്ള വർക്കൗട്ട് ചെയ്തു. ലാസ്റ്റ് ടൈമും ഇത് ചെയ്തിരുന്നു. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാക്സിമം വെയിറ്റിൽ ചെയ്യണം, അപ്പോൾ നല്ല കിടിലൻ എഫക്റ്റാണ്. അടുത്തത് ലഞ്ചസ് ആണ് ചെയ്തത്. ലൈക്ക് ഐ സെഡ് ബിഫോർ, അത്ര ഇഷ്ടമല്ല, നല്ല ബുദ്ധിമുട്ടാണ് എനിക്കിത് ചെയ്യാൻ. പക്ഷേ ചെയ്തിരിക്കും, അതും മാക്സിമം പറ്റുന്ന വെയിറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യും. പിന്നെ ലെഗ് എക്സ്റ്റൻഷനാണ് ചെയ്തത്. എല്ലാം ബെയർ മാക്സിമത്തിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് ലാസ്റ്റ് സെറ്റ് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇരിപ്പാണ്. എന്തെങ്കിലും വെറൈറ്റി ആയി ചെയ്യാൻ പറ്റിയ വർക്കൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രമേ ഓർമ്മയുള്ളൂ. കാല് രണ്ടും കൂട്ടിക്കെട്ടി കിടത്തി. ഹാംസ്ട്രിങ്ങിനുള്ള വർക്കൗട്ടായിരുന്നു. ഇത്തരം കൗതുകങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വയം അനുഭവിച്ചറിഞ്ഞു. അവസാനം സീറ്റഡ് കാഫ് റൈസ് ലാസ്റ്റ് ടൈം ചെയ്തതിനേക്കാൾ വെയിറ്റ് ഇട്ട് ചെയ്തു. ലെഗ് ഡേ ആക്ച്വലി അത്ര പ്രശ്നക്കാരനല്ല എന്ന് തോന്നി തുടങ്ങി. അതിന് മെയിൻ കാരണം സ്ട്രെച്ചസ് ആണ്. പ്രോപ്പറായി സ്ട്രെച്ചസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എല്ലാം സെറ്റാണ്. അതുകൊണ്ട് ലെഗ് വർക്കൗട്ട് കഴിഞ്ഞ് സ്ട്രെച്ചസ് പ്രോപ്പറായി ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ലെഗ് ഡേ ഇഷ്ടപ്പെടുന്ന ഗ്യാങ്ങിൽ ഒരാളും കൂടി ജോയിനായി.